ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഹാറൂനെ ഞങ്ങൾ ഡിക്കിയിലേക്ക് പയ്യെ തട്ടി. അപ്പോൾ ഒരു 7:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ചെറിയൊരു ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷീറ്റും ഒരു പില്ലോയൊക്കെ ആയിട്ട് മൂപ്പരെ ഞങ്ങൾ ഡിക്കിയിൽ സൈഡാക്കി. ഞങ്ങൾക്ക് 2 പേരും കൂടി ഇനി വണ്ടിയിൽ കയറാനുണ്ട് കേട്ടോ. അമ്മായി ഉണ്ട്, അമ്മായിയുടെ മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹംദാനൊക്കെ കളമശ്ശേരിയിലാണല്ലോ. പിന്നെ ഞാൻ, ഇത്താത്ത, ഉമ്മ, പിന്നെ ഹാറൂനും ഹാസിമും, ഇത്രയും പേരാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ പോണത് വാടാനപ്പള്ളിയിലേക്കാണ് കേട്ടോ. എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ മോളെ കല്യാണം കഴിച്ചേക്കുന്ന വീട് വാടാനപ്പള്ളിയിലുണ്ട്. അവരിപ്പോൾ ഇരിങ്ങാലക്കുട സെറ്റിൽഡ് ആണെങ്കിലും ആ ഒരു പഴയ വീട്ടിൽ വാപ്പാടെയൊക്കെ കൂടെ പോയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ വീട് കാണണമെന്ന് കുറേ നാളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹം വരുന്നു കേട്ടോ. അപ്പോൾ ഈ തവണ എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഒന്ന് പോയി കാണാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ താമസമില്ലാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും വരാണെങ്കിൽ അവർക്ക് നല്ല പണിയായിരിക്കും കേട്ടോ. കാരണം അവിടെ വന്ന് അത് ക്ലീൻ ചെയ്ത് ഒക്കെ ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ തലേദിവസം തന്നെ 2 ദിവസം മുമ്പ് ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ അവരവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇറങ്ങി വന്നപ്പോൾ 8 മണിയായിട്ടുണ്ട്. പിന്നെ NHന്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു 11:45 കൂടിയാണ് കേട്ടോ നമ്മളവിടെ വീട്ടിലെത്തിയത്. അവർ 18 വർഷമായിട്ട് ഇരിങ്ങാലക്കുടയിൽ വീട് വെച്ചിട്ട് താമസിക്കുകയാണ്. അതിന് മുമ്പ് അവർ ജിദ്ദയിൽ സെറ്റിൽഡ് ആയിരുന്നു കേട്ടോ. പിന്നീട് നാട്ടിൽ വന്നിട്ട് അങ്ങോട്ടേക്ക് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ താമസമില്ലെങ്കിലും ഇടയ്ക്ക് വന്നിട്ട് ക്ലീൻ ചെയ്ത് പോവുക, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് 2 പണിക്കാരുണ്ട് കേട്ടോ പറമ്പിൽ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ട്ടോ. പുറത്തുനിന്നുള്ളൊരു വ്യൂ ഇതാണ്. ഏകദേശം ഒരു 50 സെൻറ്റിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് വരും കേട്ടോ ഈ വീട്. ഇതിന് സിറ്റ് ഔട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു വലിയൊരു നീളത്തിലാണ് കേട്ടോ ഒരു ഏരിയ ഉണ്ട്. സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ. പിന്നെ ഇത്താത്ത കയ്യിലുണ്ടായിരുന്നൊരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ. സിറ്റ് ഔട്ടിന് പകരം ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റിയിട്ടുള്ള വലിയൊരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ. സൈഡിലായിട്ടൊരു ഓഫീസ് റൂം പോലെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ അറേഞ്ച് ചെയ്തേക്കുന്ന ഓരോ സംഭവങ്ങളും നല്ല രസമാണ് കേട്ടോ. സൈഡിലായിട്ടൊരു ചെറിയൊരു ക്രോക്കറിയുടെ ഐറ്റംസൊക്കെ അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പുതിയതായിട്ട് ഇത്താത്ത തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ആള് ജിദ്ദയിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്ന സംഭവങ്ങളും അതേപോലെ ആൻറ്റിക്കായിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ വാങ്ങി അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഇത്താത്തയുടെ ഹസ്ബൻഡിൻ്റെ വല്യുപ്പ പണിത വീടാണ് കേട്ടോ. അപ്പോൾ കൂടുതലും അന്ന് തുടങ്ങിയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ ഇത്താത്തായാണെങ്കിലും ഇങ്ങനെ ആൻറ്റിക്കിൻ്റെയൊക്കെ സംഭവങ്ങളുടെ വലിയൊരു ഫാനാണ് കേട്ടോ. എവിടെയെങ്കിലും അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങി അറേഞ്ച് ചെയ്യും. അതേപോലെ ഇവിടെ ഉപ്പാക്ക് കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് വരെ ഈ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഇത് കണ്ടോ, അത് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്നാണ് കേട്ടോ പറയണത് കല്യാണത്തിന്. അതേപോലെ ഉപ്പ ഒരു വലിയ പാർട്ടിയുടെ പ്രവർത്തകനാണ് കേട്ടോ. ആള് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ വലിയ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് പിന്നെ സെൻറ്ററിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ 2 റൂമുകളുണ്ട്. 3 റൂമുകളാണ് കേട്ടോ താഴെ മൊത്തം ഉള്ളത്. ഇത് ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ഉപ്പാക്ക് പട ഉപയോഗിച്ചിരുന്ന വാള്, നമ്മൾ പണ്ട് പിടിച്ച് നടക്കുന്ന വടിയുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ വാളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ സൈഡിലൊക്കെ ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ നിന്നൊരു ലഞ്ച് ബോക്സ് നമ്മൾ എടുത്ത് നോക്കിയതാണ് കേട്ടോ. അത് ഞങ്ങളെല്ലാവരും കൂടി എടുത്തത് പീസാക്കി. പിന്നെ രണ്ടാമതെടുത്ത് വെക്കാൻ കുറച്ച് പണിയെടുത്തു. ഇതാണ് ഇവിടുത്തെ മണ്ഡകം എന്ന് പറയുന്ന റൂം കേട്ടോ. ഈ റൂമിന് മണ്ഡകം എന്നാണ് പറയുന്നത്. പണ്ട് ഈ വീട്ടിലുള്ള പ്രസവിച്ച് കിടക്കുന്നത് ഈ ഒരു ബെഡിലാണെന്ന് പറയും. ഇതിൻ്റെ താഴെ ഉണ്ടല്ലോ, ഏറ്റവും താഴെ വെള്ളം ആവിയേറ്റി തിളപ്പിച്ചിട്ട് വെക്കും. ആ ആവി കൊണ്ടിട്ട് സ്ത്രീകൾ കിടക്കുമ്പോൾ നമ്മുടെ നടുവിന് നല്ല ആശ്വാസം കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ ഒരു റൂം ലേഡീസിനെ പ്രസവിച്ച് കിടക്കാനുള്ളൊരു റൂമാണ്. അതിൻ്റെ പേരാണ് മണ്ഡകം. ഇനി താഴെയുള്ള 2 റൂമുകളുണ്ട്. ഇത് ഫോൺ മുറി, തെക്കേ മുറി എന്നൊക്കെയാണ് കേട്ടോ. ഓരോ റൂമുകൾക്കും ഓരോ പേരുകളുണ്ട്. ഇത് കിച്ചണിൻ്റെ സ്റ്റോർ ഏരിയയാണ്. ഇവിടുത്തെ ഓരോ സംഭവങ്ങളും അത്ഭുതപ്പെടുത്തിയത് വേറെ ഒന്നുമല്ല, താമസിക്കാത്തൊരു വീടാണെന്ന് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറയേയില്ല കേട്ടോ. കാരണം ഇവിടുത്തെ ഓരോ മുക്കും മൂലയും
അത്ര നീറ്റായിരുന്നു കേട്ടോ. ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയില്ലേ. ഓരോ ക്രോക്കറി ഷെൽഫുകളായിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, സ്റ്റോർ ഏരിയ ആയിക്കോട്ടെ, ഇതൊക്കെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതങ്ങനെ വാങ്ങി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പണ്ടത്തെ ചട്ടകവും കലവും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ അടുപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നതൊന്നുമില്ല. കാരണം ഇവിടെ ഫുഡ് വന്ന് ഉണ്ടാക്കൽ പോസിബിൾ അല്ല. നമ്മൾ വല്ലപ്പോഴും ക്ലീനിങ്ങിന് മാത്രമായിട്ടാണ് അവർ വന്ന് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് വരും, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ കിച്ചണൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ താമസിക്കാത്ത ഒരു വീടാണെന്ന് ആരും പറയില്ല കേട്ടോ. ഇത് നമ്മൾ ഫ്രണ്ടിൽ കയറി വന്നില്ലേ, അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതേപോലെ കിച്ചണിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊരു ബാക്ക് സൈഡാണ്. സത്യത്തിൽ അവർ ഫ്രണ്ട് സൈഡായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഏരിയ ഇപ്പോഴത്തെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. പക്ഷെ അവിടെ റോഡൊന്നും വരാതിരുന്നത് കൊണ്ട് ഒരു ബാക്ക് ഇപ്പോൾ ഫ്രണ്ടാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബാക്ക് സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു. ഞങ്ങൾ വന്ന പാടെ അവിടെ തന്നെ ഉണ്ടായ ലൈമൊക്കെ വെച്ചിട്ട് അതൊരു അടിപൊളി ജ്യൂസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ബാക്ക് സൈഡിൽ വന്നിങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. മക്കൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലക്കാടി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. വീട് കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ പണ്ടത്തെ പോലെ ഓടും മച്ചൊക്കെ ഉള്ളൊരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെതൽ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വീടിൻ്റെ മോൾഭാഗമൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്താത്താക്ക് എപ്പോഴും റൈറ്റ് ഹാൻഡായിട്ട് ഷൈനി എന്നും പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ട് കേട്ടോ. ആ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്നൊരു വീട് തന്നെ ഫുള്ള് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്ന പാട് നമുക്ക് അറിയാം. ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. പക്ഷെ നമ്മൾ താമസിക്കാത്തൊരു വീട് അതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പണിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത്താത്താക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് ഷൈനി ചേച്ചിയാണ്. അപ്പോൾ ഷൈനി ചേച്ചിക്കാണ് ഭയങ്കര ഒരു താങ്ക്സ് ഈ വീട് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇത്താക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന്. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഇപ്പോൾ കണ്ടതാണ് കേട്ടോ ഇത്താത്താടെയൊക്കെ പണ്ടത്തെ റൂം. അത് തെക്കേ മുറി, പിന്നെ ഉപ്പാടെ ഉമ്മാടെ റൂം വടക്കേ മുറി, അങ്ങനെയായിരുന്നു കേട്ടോ മുകളിലുള്ള റൂമുകൾ. പിന്നെ താഴെ നമ്മൾ കയറി വന്നപ്പോൾ ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ മുകളിലും വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഇവർക്ക് ഉപയോഗിക്കാത്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും വാരി വലിച്ചിട്ടേക്കണതായിട്ട് നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല കേട്ടോ. എന്ത് സംഭവങ്ങളാണെങ്കിലും അതൊരു അറേഞ്ച്മെൻറ്റ് അതെല്ലാ കാര്യത്തിനും ഉണ്ടാവും. അതിപ്പോൾ പണിത വീടിനാണെങ്കിലും ജിദ്ദയിലുള്ള വീട്ടിലാണെങ്കിലും അവിടുത്തെ ആ ഒരു ഇൻറ്റീരിയർ ആയിക്കോട്ടെ, വീട്ടിലെ സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അതൊരു യുണീക്കായിട്ട് തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അളിയൻ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. പിള്ളേർക്ക് മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതേപോലെ നാടൻ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ നിസ്കരിച്ച് കുറേ നേരം അവിടെ ഞങ്ങൾ കത്തിയടിച്ചിരുന്നു കേട്ടോ. മണ്ഡപം റൂം ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആ റൂമിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. നല്ല തണുപ്പാണ് കേട്ടോ എല്ലാ റൂമുകൾക്കും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല ആ ഒരു റൂം ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഏതാ പകലേതാണെന്ന് അറിയില്ല. അത്രയ്ക്ക് ഇരുട്ടായിരിക്കും ആ റൂം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരം വെളുത്താലും അതിലേക്ക് സൺലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു 10 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയാണ് വാടാനപ്പള്ളി ബീച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇതേ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരുപാട് യൂറോപ്യൻസൊക്കെ വന്നു പോകുന്ന ഏരിയയാണ് കേട്ടോ. ഇവിടെ റിസോർട്ടൊക്കെ എടുത്ത് താമസിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വീട് ഇതുവരെ റെൻറ്റിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരോട് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടുമല്ലോ. പിന്നെ എപ്പോഴെങ്കിലും വന്ന് നിൽക്കാനുള്ള ആഗ്രഹം അതും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇതുവരെ അത് റെൻറ്റിനൊന്നും കൊടുത്തിട്ടില്ല. അത് അതുപോലെ അതേ രീതിയിൽ വൃത്തിയായിട്ട് ക്ലീനായിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇത്താത്താക്കും അതേപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അളിയനും തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് വരാറ്. അതേപോലെ അളിയനിടയ്ക്ക് കൃഷി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കുറേ നാൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, പറമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസിയാണ്. ഇവിടെ കടലോര പ്രദേശം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് പുല്ല് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടു പോരണ ടൈപ്പാണ്.
ഫ്രണ്ടൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പുല്ലൊക്കെ ചെത്തി നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. സൈഡിലെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2 പണിക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീച്ച് ഒരുപാട് നാളായി നല്ല തിരയുള്ളൊരു ബീച്ച് കണ്ടിട്ട്. അത് ഇങ്ങനെ പതഞ്ഞ് കല്ലേൽ തട്ടി പതഞ്ഞ് വരുമായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നല്ലൊരു ടൈമിങ്ങിനാണ് ഞങ്ങൾ ചെന്നത്, ഒരു 5 മണി ആ ഒരു സമയത്ത്. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹാറൂൻ കുറച്ചും കൂടി സമയം നിൽക്കണമെന്നും പറഞ്ഞിട്ട് വാശിയായിരുന്നു കേട്ടോ. മക്കളാണെങ്കിലും വീടൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഹാറൂന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാനും പിടിക്കാനൊക്കെ. അപ്പോൾ ആളും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ കൂടെയൊക്കെ എല്ലായിടത്തും നടക്കാനും വീട് കാണാനൊക്കെ ആളും ഉണ്ടായിരുന്നു കൂടെ. ഹാസിബിനെ കൊണ്ടാണെങ്കിലും വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീടിൻ്റെ അകത്തൊക്കെ തന്നെയായിരുന്നു. അവനും ഫുഡ് കഴിച്ചു, കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി. അങ്ങനെ കുറേ നേരം ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേക ഒരു പോസിറ്റീവ് വൈബുള്ളൊരു വീട് തന്നെയാണ്. പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് അവിടുത്തെ ആ ഒരു റെഡ് ഓക്സൈഡ് ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു ഫ്ലോറാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതേപോലെ റൂമുകളുടെ തണുപ്പും. നമുക്ക് എപ്പോഴാണ് ഉറക്കം വരണേന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് റിലാക്സ് ആയിട്ടുള്ള റൂമുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കണ്ട് മതി മറന്ന് ഞങ്ങൾ ഇതേ തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങോട്ടേക്ക് അത്രയും അങ്ങോട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു പോകുന്നപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞോളം ബ്ലോക്കും അതേപോലെ ഇരുട്ടൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലേറ്റ് ആവലുണ്ടല്ലോ. അപ്പോൾ ഇക്കായും എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ടാണ് വേഗം പോകുന്നോ, കാരണം കുറച്ച് യാത്ര ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു ദിവസമൊന്നും മതിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിന് താത്താക്കും അളിയനൊക്കെ ഒരുപാട് താങ്ക്സ്. ആൾതാമസമില്ലാത്ത ഒരു വീടിനെ ഈ ഒരു രീതിയിൽ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കാമോ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകുന്ന നിഷിത്താത്താക്കും അതേപോലെ ഷൈനി ചേച്ചിക്കും ഒക്കെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. അപ്പോൾ ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.